അപ്പൊ ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ലോഗ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. കുഞ്ഞിന് കുളിയൊക്കെ കഴിച്ച് കണ്ടോ ബാത്താവല്ലാതെ പൊതിഞ്ഞ് ഇരിക്കുന്നുണ്ടോ. അവന് ഇഷ്ടമല്ല, കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെള്ളത്തിൽ കളി എന്തൊരു ഇഷ്ടമാണെന്ന് അറിയോ. പക്ഷെ ആൾക്ക് വന്നിട്ട് വെള്ളത്തിൽ നിന്ന് കയറിയാൽ പിന്നെ അത്ര ഇച്ചിരി സങ്കടമാണ്. ഇരിക്കുന്നുണ്ട്, സങ്കടമാണ്. പണ്ട് ഞാൻ എൻ്റെ മോർണിംഗ് വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പുറത്തെ വീട്ടിലൊരു പൂച്ച ഇവിടെ ഇങ്ങനെ ബാൽക്കണിയിൽ വരും, കുഞ്ഞിനെ അതുമായിട്ട് ഭയങ്കര വർത്താനമൊക്കെയാണ്, ഇവിടെ നിന്ന് ഭയങ്കര കളിയാണെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഈ പൂച്ച, ഇതിന്റെ പേരാണ് ഡോൺ. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ അത് പുറത്തൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വരും. നമ്മൾ ഈ വിൻഡോ തുറന്നു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് കയറാൻ വേണ്ടിയിട്ടൊക്കെ നോക്കും. പണ്ടൊരു ദിവസം അത് ഈ വീട്ടിൽ വന്നിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു അതിനെ കൊണ്ടുവന്ന ദിവസമായിരുന്നു തോന്നുന്നു. നമ്മൾ ഈ ഇത് തുറന്നു കിടക്കുമായിരുന്നു, അത് അതിൻ്റെ അകത്തോടെ കയറി വന്നു. കുഞ്ഞുണ്ണിയാണെങ്കിൽ അന്ന് ചെറുതാണ്, ലൈക്ക് 2 മാസമൊക്കെ ഉള്ളൂ. ഞാൻ കുഞ്ഞുണ്ണിനെ ചാടി എടുത്ത് കൈ പിടിച്ചു. പൂച്ച നമ്മുടെ വീട്ടിൽ കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു. അന്ന് പേടിച്ചു പോയി. ഇപ്പൊ വന്നിട്ട് എന്താണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ വന്നിരുന്ന് ഭയങ്കര കളിയാണ്. ഇത് കുഞ്ഞിനിക്ക് പുതിയതായിട്ട് വാങ്ങിച്ചൊരു ടോയ് ആണ്. ആൾക്ക് കുറച്ച് ഇഷ്ടമാണ് ഇതുമായിട്ടിരുന്ന് കുറേ നേരം പ്ലേ ചെയ്യാൻ. അതിന് കുറേ എന്താണ് കുറേ ഏരിയാസും കുറേ മ്യൂസിക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം കുറച്ച് നേരം ഇവനെ ഇതുകൊണ്ട് എൻഗേജ്ഡ് ആക്കി വെക്കാനൊക്കെ ഇപ്പൊ പറ്റുന്നുണ്ട്. അപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ചു നേരം കുഞ്ഞിനെ കളിച്ചൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് സ്നാക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ട് അച്ഛനും കുഞ്ഞിനെയും കൂടെ നടക്കാൻ പോവാന്ന് വിചാരിക്കുകയാണ്. അവർ നടക്കാൻ പോകുമ്പോൾ വേണം എനിക്ക് വൈകിട്ടത്തേക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതൊക്കെയാണ് പ്ലാൻസ്. എ വർക്കാവുമോ ബി വർക്കാവുമോ എന്നൊന്നും അറിയത്തില്ല. കുഞ്ഞിനിക്ക് ഇപ്പോൾ ജസ്റ്റ് ഈവനിങ്ങിലെ സ്നാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അവന് കൊടുക്കുന്നത് ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗട്ടാണ്. ഇവിടെ ചെറിയ പോട്ട്സിനകത്ത് ഇങ്ങനെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇടും. അപ്പോൾ അതാണ് കൊടുക്കുന്നത്. ആൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പൊ ടൈം വന്നിട്ട് ഏകദേശം ഒരു 4:30 ഒക്കെയാണ്. നോർമലി ഈ ഒരു സമയത്താണ് കുഞ്ഞിനിക്ക് വൈകിട്ടത്തെ എന്തെങ്കിലും സ്നാക്ക് കൊടുക്കാറുള്ളത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ആള് നടക്കാനൊക്കെ പോയിട്ട് വരുമ്പത്തേക്കും 6-6:30 ആവും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചു നേരം കളിയൊക്കെ കഴിഞ്ഞ് 7:30 8 ഒക്കെ ആകുമ്പോഴാണ് കുഞ്ഞിന് ഡിന്നർ കഴിക്കുക. പൊതുവേ കുഞ്ഞുണ്ണിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ആൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് ശരിക്കും ഒന്ന് ഫ്രഷ് ആകുക. അല്ലെങ്കിൽ ആളൊന്ന് ആക്റ്റീവായി വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ഇതിപ്പോൾ ഉറങ്ങുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ അത്ര അങ്ങ് ഭയങ്കര ആക്റ്റീവ് ഒന്നും അല്ല. ആൾ ഇച്ചിരി ഒന്ന് സ്ലോ ഡൗൺ ആയിരിക്കുവാണ്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ പോയി ഉറങ്ങിയിട്ടൊക്കെ വരുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ നല്ല മിടുക്കനായിട്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇത്തിരി അങ്ങ് പതിയെ ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ. നോർമലി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഫുൾ ആള് ഭയങ്കര മെസ്സിയാണ്. ഫുൾ അതെല്ലാം എടുത്ത് ദേഹത്തൂടെ ഒക്കെ തേച്ച് വെക്കും. അപ്പൊ എനിക്ക് ബിബ് ഇടാതെ ഇരുത്താനേ പറ്റാറില്ല. ഇന്ന് പിന്നെ അധികം അങ്ങ് ബഹളം ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ഞാൻ ഓർത്ത് എന്നാ പിന്നെ മതി, ബിബൊന്നും വേണ്ടാന്ന് ഓർത്ത് ഇങ്ങനെ ഇരുത്തിയേക്കുന്നത്.
ഇങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും അവനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയ ബുക്സോ സംഭവങ്ങളോ ഒക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ച് നേരം കൂടെ ഒക്കെ വലിയ ബഹളം ഇല്ലാതിരിക്കും. ഇപ്പോഴൊക്കെ ഇങ്ങനെ ഹൈ ചെയറിൽ ഇരുത്തുമ്പോഴാണെങ്കിലും ആൾക്ക് ചാടി താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ടെൻഡൻസി ഒക്കെ ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ ദേ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ നടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അപ്പൊ വൈകുന്നേരം 4:30 കഴിഞ്ഞില്ലേ, നല്ല തണുപ്പാണ് പുറത്ത്. അത് കാരണം എന്താ പറയാ, നല്ലോണം ഡ്രസ്സൊക്കെ ചെയ്തിട്ടേ ആളിനെ വിടാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ തന്നെ ഉറങ്ങി തൂങ്ങിയാണ് ഇരിക്കുന്നത്. മുഖം കണ്ടാലേ അറിയാം ഭയങ്കരമായിട്ടും ഉറക്കം വന്നിരിക്കുകയാണ്. ജസ്റ്റ് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട താമസം മാത്രമേ ഉള്ളൂ. ആൾ അപ്പൊ തന്നെ ഉറങ്ങിക്കോളും. ഈവനിങ് ജസ്റ്റ് 4:30 ആയതേ ഉള്ളൂ. പക്ഷെ പുറത്തോട്ട് നോക്കി എന്തൊരു ഇരുട്ടാണെന്ന് നോക്കൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു വിന്റർ ടൈം ഉള്ളത്. അപ്പോൾ ഇവർ രണ്ടാളും നടക്കാൻ പോയിട്ട് വരുന്ന സമയം കൊണ്ട് കുക്ക് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. കുഞ്ഞുണ്ണിക്ക് വേണ്ടിയിട്ട് ഇന്ന് സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. എപ്പോഴും ചിക്കൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബോറാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇഷ്ടമില്ലാണ്ടായി വരുവാണ് ചിക്കൻ. അപ്പം ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ വീട്ടിലൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുള്ള ഒക്കെ വറുത്തരച്ച് മല്ലിയൊക്കെ വറുത്തരച്ചിട്ട് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്കിപ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. മല്ലി, അപ്പോൾ നമ്മൾ ചിക്കന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇന്ന് എന്താ പറയുക വറുത്തരയ്ക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ മല്ലി എടുത്തിട്ടുണ്ട്, കുറച്ച് ശകലം പെരുംജീരകം ഇട്ടിട്ടുണ്ട്, പിന്നെ ഏലക്ക, ഗ്രാമ്പു, പിന്നെന്താണ് മുളക് ഇട്ടിട്ടുണ്ട്. ഒരു സാധനം മറന്നുപോയി, പട്ട. ഇതെല്ലാം നമുക്ക് ചെറിയൊരു ബ്രൗണിഷ് നിറമാകുന്നത് വരെ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ചിക്കൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, നമ്മൾ എവിടെ പോയി കഴിച്ചാലും ചിക്കന് വേറെ വേറെ ടേസ്റ്റുകളാണ്. ഇപ്പം നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് തന്നെ ആണെങ്കിൽ പോലും ഒരിക്കലും ആ സെയിം ടേസ്റ്റിൽ അത് വരാറേ ഇല്ല. എല്ലാ വീട്ടിൽ കൂടെയും ചോദിച്ചാൽ എല്ലാവരും വെക്കുന്ന ഒരു കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളിലായിരിക്കും. എന്തിനാ നമ്മളെ മമ്മി ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കി പഠിച്ചിട്ട് വെച്ചാൽ തന്നെ അതിന് തന്നെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അതെന്താണോ എന്തോ. നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ വറുത്തരയ്ക്കുന്ന അല്ലാതെ വല്ല അടിപൊളി റെസിപ്പി അറിയെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോ. അപ്പോൾ എനിക്കും ട്രൈ ചെയ്ത് നോക്കാമല്ലോ. കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു ശബ്ദം കൂടിപ്പോയോ എന്ന് സംശയം. അതുകൊണ്ട് ഞാനത് അടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് തന്നെ ഇളക്കുന്നുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, പോയിട്ടില്ല. അപ്പോൾ എടുത്തു മാറ്റിയത് കറക്റ്റ് സമയത്താണ്, നല്ല പുകഞ്ഞു അതിനെ. അപ്പോൾ ഇതെല്ലാം നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പം ഞാനിതിവിടെ വെക്കുകയാണ്. ഇതൊന്ന് ജസ്റ്റ് ചൂട് മാറി കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ആ സമയം കൊണ്ട് ഞാൻ ചിക്കനും കൂടെ ഒന്ന് കഴുകിയെടുക്കട്ടെ. ഞാൻ ഇവിടെ ചിക്കൻ കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ജസ്റ്റ് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങാനീരും കൂടെ ആഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഞാൻ നാരങ്ങാനീരില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വിനാഗിരി ആയിരിക്കും ആഡ് ചെയ്യുക. ബട്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ശകലം നാരങ്ങാനീരും കൂടെ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഫ്യൂ മിനിറ്റ്സ് വെച്ചിട്ടാണ് കഴുകുക. അപ്പോൾ അതിൻ്റെ ബ്ലഡ് സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ പൊക്കോളും. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. വറുത്തരച്ച ചിക്കൻ ആയതുകൊണ്ട് തന്നെ ചട്ടിയിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്.
സമയം കൊണ്ട് കുഞ്ഞുണ്ണിയുടെ ഫുഡും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈയിടെയായിട്ട് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞുണ്ണിക്ക് മിക്കപ്പോഴും തന്നെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം തന്നെയാണ് കൊടുക്കാറ്. വീട്ടിലുണ്ടാക്കിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരേ ഫുഡ് തന്നെയാണ് ഉണ്ടാക്കാറ്. അവന് വേണ്ടി പ്രത്യേകം അങ്ങനെ ഇപ്പോൾ അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല. അപ്പോൾ മിക്ക ദിവസം തന്നെ വൈകിട്ട് ചപ്പാത്തിയാണ്. അപ്പം ഞാൻ ഓർത്ത് ആൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ എന്നാ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അവന് വേണ്ടിയിട്ട് പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ പാത്രം നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിനകത്തോട്ട്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് ജസ്റ്റ് ഒരു നുള്ളി ജീരകം ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും ജസ്റ്റ് ഒരു സ്പൂൺ ചെറിയ ഉള്ളി അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. ഉള്ളി വഴന്ന് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ജസ്റ്റ് ഒരു 2 സ്പൂൺ ക്യാരറ്റ് പിന്നെ ബീൻസ് ആണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് ഇത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇത് കൊടുക്കാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അത് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ, ഒരു പ്രശ്നമില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സസ് ആണ്. പിന്നെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ വേറെ ചില കാര്യങ്ങളും കൂടി ഇപ്പൊ അങ്ങ് പറയണമെന്ന് വിചാരിക്കും. കാരണം എപ്പോഴും എല്ലാവരും പറയാറുണ്ട്, ചേച്ചി ഫുഡ് കുഞ്ഞ് കഴിക്കുന്നില്ല, കുഞ്ഞ് വാ തുറക്കുന്നില്ല, കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? എനിക്കിങ്ങനെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ. നിങ്ങളാണ് നിങ്ങളുടെ കുഞ്ഞിന് എന്താണ് ഇഷ്ടം, അല്ലെ എങ്ങനെയാണെന്നുള്ള രീതികൾ, അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടെ ഭക്ഷണം കഴിക്കുക എന്നുള്ള കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് വേയിലാക്കിയിട്ട് എങ്ങനെയെങ്കിലും അവരെ കഴിപ്പിക്കുക എന്നുള്ള ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്. അതിനൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ഒരേ റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള കമന്റ്സിന് എപ്പോഴെങ്കിലും ഞാൻ അങ്ങ് ഇൻ ഡീറ്റെയിൽ ആൻസർ ചെയ്യാതിരിക്കുമ്പോൾ പലരും പറയാറുണ്ട് എൻ്റെ കമന്റിന് റിപ്ലൈ തന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. ഞാൻ എന്ത് റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് ഇതിന്? അതായത് നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞിന് എന്താണ് ഇഷ്ടമാവുക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത് എന്നുള്ളത് നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോ കുട്ടിയും എന്താ പറയുക, അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടാവുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിചാരം. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ വലിയൊരു കഴിക്കണ പോലെ അത്ര എമൗണ്ട് ഭക്ഷണം ഒന്നും കുഞ്ഞുങ്ങൾ കഴിക്കില്ല. അപ്പൊ ചില കുട്ടികൾക്ക് എന്താ പറയുക, ഫ്രീക്വന്റ് ആയിട്ട് ചെറിയ ചെറിയ ഇതിൽ ഭക്ഷണം കഴിക്കാനായിരിക്കും ഇഷ്ടം. പറഞ്ഞുകൊണ്ടിരുന്നതിനിടയിൽ ഞാൻ അതിനകത്തേക്ക് ജസ്റ്റ് ഒരു നുള്ള് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള കുട്ടികളുണ്ടാവും. ചില കുട്ടികൾ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരം നല്ലോണം ഭക്ഷണം കഴിക്കും, പിന്നെ ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ കുഞ്ഞിന് ഏത് പാറ്റേൺ ഓഫ് ഈറ്റിംഗ് ആണുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. പിന്നെ ഇപ്പം എപ്പോഴും കൊടുക്കുമ്പോഴെല്ലാം നമ്മൾ എടുത്ത അത്രയും ഭക്ഷണം ഒന്നും കുഞ്ഞ് കഴിക്കണമെന്നൊന്നും നിർബന്ധമില്ല. ഞാൻ ദേ ഇപ്പം ഇത്രയും ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ കുഞ്ഞുണ്ണി ചിലപ്പോൾ ഇത് കഴിച്ചെന്ന് വരില്ല, ചിലപ്പോൾ അവൻ കഴിക്കുന്നുണ്ടാവും. അതൊക്കെ അവരുടെ മൂഡ് പോലെ ഇരിക്കും. നമ്മളാണെങ്കിലും അങ്ങനെയല്ല. നമ്മൾ ഒരുപാട് അങ്ങ് കുഞ്ഞ് ആക്റ്റീവാണ്, കുഞ്ഞ് അത്യാവശ്യം അസുഖങ്ങളൊന്നും ഇല്ലാണ്ടൊക്കെ ഇരിക്കുന്നെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങ് അത് ആലോചിച്ച് വിഷമിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ എഗ്രി ചെയ്യുന്ന കാര്യമാണ്, പാരൻസ് ആകുമ്പോൾ പ്രത്യേകിച്ച് അമ്മമാരാകുമ്പോൾ അയ്യോ എൻ്റെ കുഞ്ഞ് കഴിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു കൺസേൺ നല്ലോണം തന്നെ ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് ഞാൻ അരിയല്ല ചേർക്കുന്നത്, ഇത് വന്നിട്ട് ബൾഗർ വീറ്റ് ആണ് കേട്ടോ. അപ്പൊ അത് കുറച്ച് ഒരു 30 മിനിറ്റ്സ് വെള്ളത്തിൽ നല്ലോണം തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് വീറ്റിന്റെ ഒരു വേർഷൻ, നാട്ടിൽ കിട്ടില്ല, ബ്രോക്കൺ വീറ്റ് കിട്ടത്തില്ല, അതിന്റെ തന്നെ ഒരു അങ്ങനത്തെ തന്നെ ഒരു സാധനമാണ്, ബൾഗർ വീറ്റ് എന്നാണ് പറയുക ഇവിടെ. ഇതിങ്ങനെ ഡൺസിൽ ഒക്കെ പാക്കറ്റ്സിൽ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ആ അപ്പൊ ഇതിനകത്തേക്ക് ഞാൻ ജസ്റ്റ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോ നല്ലോണം ഒന്ന് ഇളക്കി എടുക്കുവാണ്. അപ്പൊ അതിന്റെ ആ ഒരു പച്ച ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങ് മാറും. അപ്പൊ ഇതിന് ശേഷം ജസ്റ്റ് ഇത് വേവാൻ വേണ്ടിയിട്ട് ഒരു ഒരു 2-3 സ്പൂൺ വെള്ളം കൂടെ ഒഴിക്കാം എന്നാണ് ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത്. അപ്പോഴാണ് ഇത് നല്ലോണം തന്നെ വെന്ത് കിട്ടുക. ഇതിപ്പോ നല്ലോണം തന്നെ അടച്ചു വെച്ച് നല്ലോണം തന്നെ വെന്ത് വരുമ്പോഴത്തേക്ക് വാങ്ങിയിട്ട് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങളുടെ കുഞ്ഞിന് എന്ത് കൺസിസ്റ്റൻസി ആണോ ഫുഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കൊടുക്കുക. കുഞ്ഞുണ്ണിക്ക് ഞാനിതിപ്പോൾ ഉടച്ചൊന്നും കൊടുക്കാറില്ല, ആളിങ്ങനെ തന്നെ കഴിക്കാറാണ് പതിവ്.
അപ്പോൾ ഏതൊരു കൺസിസ്റ്റൻസിയാണ് സൂട്ടബിൾ ആകുന്നതെന്ന് നിങ്ങൾക്കാണ് അറിയാവുന്നത്. അതിനനുസരിച്ച് കുഞ്ഞിനെ ആ ഒരു പാകത്തിലാക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തൈരാണ് ഞാൻ കൊടുക്കാറുള്ളത്. അത് അവന് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കോമ്പിനേഷൻ. അപ്പോൾ തന്നെ അങ്ങനെ നിങ്ങളുടെ കുഞ്ഞിന് എന്ത് കൂട്ടി കഴിക്കാനാണോ ഇഷ്ടം അത് കൂട്ടി കൊടുക്കുക. പിന്നെ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. എനിക്കങ്ങനെ പ്രിഫറൻസ് ഒന്നുമില്ല. നിങ്ങൾ ഉപ്പ് ചേർക്കരുതെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ കൊടുക്കാറില്ല. ഞാനത് അതുകൊണ്ട് സജസ്റ്റ് ചെയ്യാറുമില്ല. അത്ര മാത്രമേ ഉള്ളൂ. കുഞ്ഞിനിയുടെ ഫുഡും റെഡിയായി. നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി വറുത്തരച്ച ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ നാൻ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സെർവ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ എന്താ ചിക്കൻ കറിയും നാനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇതാണ് ഭക്ഷണം. അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അടിപൊളി ഫുഡാണ് ഇന്ന് എന്തായാലും. എന്താ പറയുക, നല്ല ടേസ്റ്റി ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തായിരുന്നു. അടിപൊളിയാണ്. വറുത്തരച്ചത് കൊണ്ട് തന്നെ അതിന് ആ ഒരു എന്താ പറയുക ഒത്തന്റിക് ടേസ്റ്റ് ഉണ്ട്. ചുമ്മാ അല്ല, പണ്ടത്തെ കാരണവന്മാരും അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കുന്ന ഫുഡിന് എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെയൊക്കെ കാരണം ഇതാണ്. അവരെന്നും ഇങ്ങനെ വറുത്തരച്ചൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ പോയി കഴിക്കട്ടെ. നിങ്ങളും ഇത് പറ്റുവാണെങ്കിൽ ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.